നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമ്മുടെ നിഷാന്ത് സാറിനെയും അവരുടെ ഫാമിലിക്കും വേണ്ടി നമ്മൾ പാലക്കാട് പത്തിരിപ്പാലയിൽ മൗണ്ട് സീനായ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് അകലൂർ ഭഗവതി ടെമ്പിളിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ട്, ദാറ്റ് മീൻസ് മെയിൻ റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ മാറിയിട്ട് ഒരു 3.2 സെൻറ്റ് സ്ഥലത്തിൽ 1559 സ്ക്വയർ ഫീറ്റ് ചാത്തംകുളം ഗ്രീൻ വാലി എന്നുള്ള സ്ഥലത്ത് നമ്മൾ ബിൽഡ് ചെയ്തൊരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് ഞാൻ പോയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് ഡിജിറ്റൽ ടെക്നോളജിയും കമ്പ്യൂട്ടിങ്ങും ഒക്കെ വലിയ ഹെൽപ്പ്, വലിയ ഇൻഫ്ലുവൻസ് ആളുകളുടെ ലൈഫിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആമസോൺ, alibaba.com, ഫ്ലിപ്കാർട്ടൊക്കെ പോലെയുള്ള കമ്പനികൾ പോലെ, അല്ലെങ്കിൽ മെത്തേഡ് വർക്കിംഗ് മോഡൽസ് പോലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ തന്നെ റീഡിഫൈൻ ചെയ്യുന്നതും ഏറ്റവും കുറഞ്ഞ 10% സേവ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തോ അല്ലെങ്കിൽ ഈ CT ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ കണ്ടെത്തുന്ന സ്ഥലത്തോ എവിടെ വേണമെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ബിൽഡ് ചെയ്ത് എടുത്ത വീടാണ്. നിങ്ങൾക്ക് ഈ വീടിൻ്റെ എലിവേഷൻ നോക്കുമ്പോൾ മനസ്സിലാവും, വളരെ വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള നല്ല സൈസ് വലിപ്പം തോന്നുന്നത്. 1059 സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് കണ്ട് എലിവേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന് കൂടുതൽ മതിപ്പുണ്ടല്ലോ, വാസ്തവല്ലേ? യെസ്, ഈ വരച്ച 3D എലിവേഷനെ പോലെ ഒന്ന് നമുക്ക് അതിൻ്റെ റിയൽ എലിവേഷനിലേക്ക് നോക്കി രണ്ടുമേ വളരെ സിമിലറാണ്. ഇത്രയും ക്വാളിറ്റിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ കോമ്പൗണ്ട് വാൾ, ഗേറ്റ് എല്ലാം മുതലും. ഇനി നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. എൻട്രൻസ് തന്നെ ലെഫ്റ്റ് സൈഡിൽ കാർ പാർക്ക് ചെയ്യാനുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ കയറുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. കിഴക്കുന്ന് എൻട്രൻസ് വരുന്ന പോലെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറുന്നു. സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ ഷൂ ഒക്കെ വെക്കാനുള്ള റാക്ക് വെക്കാനുള്ള സ്പേസ്. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ അറിയാം, അവിടെ ഡോറിൻ്റെ പുറകിൽ DB സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീളത്തിലുള്ള ഒരു ഹാള്, ലിവിങ് സ്പേസ്, പൂജാ റൂമിനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. അവിടെ ഷോക്കേസസ് വെക്കാനുള്ള സ്പേസ്, സോഫ സെറ്റീസ് ഒക്കെ ഇരിക്കാനുള്ള സ്പേസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസ്, അതായത് ലിവിങ് റൂം നല്ല വെന്റിലേറ്റഡ് ആണ്, ക്ലോസ് വെന്റിലേറ്റഡ് ആണ്. ഒപ്പം ഡൈനിങ് സ്പേസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കിച്ചൺ, നല്ല നീളത്തിലുള്ള ഒരു കിച്ചൺ. അത് കഴിഞ്ഞാൽ കിച്ചണിൻ്റെ അപ്പുറത്ത് വർക്ക് ഏരിയ, വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ്, ഫ്രിഡ്ജ് വെക്കാനുള്ള എല്ലാം വെൽ എക്യുപ്ഡ് ആണ്. അതേപോലെ തന്നെ സ്പേസസ്. അതേപോലെ തന്നെ കിച്ചണിൽ കിഴക്കോട്ട് നോക്കിയിട്ടുള്ള ജനൽ, വർക്ക് ഏരിയയിൽ കിഴക്കോട്ട് നോക്കിയിട്ടുള്ള ജനൽ, വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ. നേരെ അകത്തേക്ക് വന്ന് തൊട്ട് കിച്ചണിനോട് ചേർന്നുകൊണ്ട് ഒരു ബെഡ്റൂം, നല്ല സ്റ്റഡി ടേബിളിനുള്ള സ്പേസ്, വാൾഡ്രോബിനുള്ള സ്പേസ്, നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള ബെഡ്റൂംസ്, 2 വിൻഡോസ് വെച്ചിട്ട്. നേരെ വാഷ്റൂം, ബെഡ്റൂമിനാണ് അറ്റാച്ച് ആയിട്ടുള്ള വാഷ്റൂം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. നേരെ ചൂട് ഫ്ലോറിൽ സ്റ്റെയർ കേസിൻ്റെ താഴെ വാഷ് ബേസിനെ വെച്ചിട്ടുണ്ട്. വളരെ കോർണറിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അത് സ്റ്റെയർ കേസ് കയറി നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ലിവിങ് അപ്പർ സ്പേസ്. അവിടെ നമ്മുടെ അയൺ ചെയ്യണ ടേബിളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ നീറ്റായിട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കിടക്കുന്നത് അവിടെ ഒരു ബെഡ്റൂം. ബെഡ്റൂം നല്ല വെന്റിലേറ്റഡ് ആണ്. ചുവട്ടിലെ ബെഡ്റൂമിൽ അതേപോലെ സെയിം ബെഡ്റൂമാണ് മുകളിലുള്ളത്. നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള 2 വിൻഡോസ് ഒക്കെ വെച്ചിട്ട് ബാക്കിൽ വാഷ്റൂമിൻ്റെ അകത്ത് നമുക്ക് നോക്കിയറിയാം, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. വെറ്റ് ഏരിയ, EWC, വാഷ് ബേസ് തന്നെ. ഇത് നേരെ പുറത്തേക്ക് വന്നു. നേരെ ഓപ്പോസിറ്റ് അടുത്ത ബെഡ്റൂം. ആ ബെഡ്റൂമിലും സ്റ്റഡി ടേബിൾ വയ്ക്കാനുള്ള സ്പേസ്, വാൾഡ്രോബ് വയ്ക്കാനുള്ള സ്പേസ്, നല്ല ബെഡ് സ്പേസ്, അത് കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ്, ക്രോസ് വെന്റിലേഷനും ഉണ്ട്. അത് ആ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് വാഷ്റൂം. അതിൻ്റെ അകത്ത് വളരെ വെൽ ആയിട്ട് ഡിസൈൻ ചെയ്തു. നേരെ ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാൽക്കണി ഫ്രണ്ടിൽ, വളരെ നീറ്റായിട്ടൊരു ബാൽക്കണി. ആ ബാൽക്കണിയിൽ നോക്കുമ്പോൾ വളരെ ഓപ്പൺ വ്യൂവും നന്നായിട്ടുണ്ട്. നേരെ അവിടെ തിരിച്ചു വന്ന് പുറകിൽ ഒരു ഓപ്പൺ ടെറസ്. അതിൻ്റെ അകത്തേക്ക് കയറി ആ ഓപ്പൺ ടെറസിൽ നിന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ വാട്ടർ ടാങ്ക് വെച്ചിട്ടുള്ള സ്ഥലം, അവിടെയും ഓപ്പൺ ടെറസ്. അപ്പോൾ ഈ വീടിനെ കുറിച്ച് നമ്മൾ ഒന്നും കൂടി ഡെപ്തിൽ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ വീട് ഒരു ചെറുതായിട്ട് സ്ലോപ്പ് ലാൻഡ് ഒരു ചരിവുള്ള സ്ഥലത്തായിരുന്നു. ചെറിയൊരു ഫില്ലിങ് നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 അടിയോളം ബാക്കിൽ ഫില്ലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഫൗണ്ടേഷൻ മുഴുവൻ കോളത്തിലാണ് ഫൗണ്ടേഷൻ നിൽക്കുന്നത്. അതിൻ്റെ എലിവേഷൻസ് നോക്കിയാൽ ഹൈലി എലിവേറ്റഡ് പാർട്ടുള്ളതുകൊണ്ട് വീടിൽ മുഴുവൻ നല്ല സൺഷെയ്ഡ് ഫുള്ളി കവേർഡാണ്. വെള്ളം നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ എല്ലാം അവിടെയുണ്ട്. കോളത്തിലാണ് ഫൗണ്ടേഷൻ. ടോപ്പിൽ ടെറസിൻ്റെ മുകളിലും സൈഡ് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് ഏറ്റവും ടോപ്പിൽ പോലും സാധാരണ വീടുകളിലൊന്നും പൈസ കൂടുതൽ ചിലവാണ്ടാന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ടെറസിൻ്റെയൊക്കെ
അതായത് കൂടുതൽ ഡിസൈൻസ് ഇതെല്ലാം ചെറിയ സെക്യൂരിറ്റി സേഫ്റ്റി സൈഡിലുള്ളതിന് പകരം വളരെ ഗാർഡൊക്കെ വളരെ നന്നായി കൊടുത്ത് സെക്യൂരിറ്റി പാരപ്പറ്റൊക്കെ വളരെ വൃത്തിയായി കൊടുത്ത് ഹൈറ്റിൽ വളരെ നീറ്റായിട്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിനാകപ്പാടെ ഇതെല്ലാം കൂടി ഈ പറഞ്ഞ എല്ലാ കോസ്റ്റാണ് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ നമ്മുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കോസ്റ്റ് അടക്കം ടാക്സസ് എല്ലാം അടക്കം നമുക്ക് ഏകദേശം 27 ലക്ഷം രൂപയാണ് ഈ വീടിന് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടാവും. ഇത് ബോധ്യപ്പെട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഇത് ഒരു കാര്യം ഉറപ്പാണ്, വീട് എന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലിയുടെയും വലിയ ഡ്രീമാണ് വീട്. ഏത് വീട് കുടുംബത്തിനും ആ ഡ്രീം. അപ്പോൾ ആ ഡ്രീം വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, അതായത് കോസ്റ്റ് 10% സേവ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന മെത്തേഡ് പോയാൽ അതേപോലെ തന്നെ ഡ്രീമായിട്ടുള്ള ആ ക്ലയൻസിൻ്റെ ഡ്രീം നമുക്ക് നടപ്പിലാക്കാം. ബിക്കോസ് കോമ്പൗണ്ട് വാൾ എല്ലാം ഉള്ളതല്ലേ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ കാണുന്ന ആളുകൾക്ക് തോന്നുന്നു, മനസ്സിലാവുന്നുണ്ട്, ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ വീട് എല്ലാ ആളുകൾക്കും തരുന്നുണ്ടാവും. നല്ല വീട് കിട്ടാൻ ഏത് മെത്തേഡിൽ കൂടെ പറ്റും. അപ്പോൾ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയ മെത്തേഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് വെക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്കൊന്ന് മനസ്സിലായിട്ട് ഇത്രയും നല്ലൊരു സിസ്റ്റം ഉപയോഗപ്പെടുത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. സന്തോഷം അല്ല മിക്കവാറും ഏറ്റവും വരാറ് അങ്ങനെ വന്നിട്ടില്ല. ഞാനിപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പ് പോയി കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് കണ്ടിട്ട് ഞാൻ ബാംഗ്ലൂരായിരുന്നു.